ഇന്ന് സാറ് നടപടി എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരിപ്പോൾ ഇവിടുന്ന് തന്നെ ഇവർ റിപ്പോർട്ട് അയക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ സമരമായി ഞങ്ങൾ DD ഓഫീസിലേക്ക് വരും. അതിനകത്തൊരു വിഷയം ഇതിനകത്ത് ഈ മാനേജ് എയ്ഡഡ് സ്കൂളാണത്. എയ്ഡഡ് സ്കൂളിനെതിരെ ആക്ഷൻ എടുക്കുന്നത് DO വിളിക്കാം. മഹാരാഷ്ട്ര കമ്മീഷന്റെ മീറ്റിംഗ് ഇരിക്കുക. അന്നേരം തന്നെ വിളിച്ചവരാ. HM ഞാൻ സംസാരിച്ചു. ഇതിന് മുമ്പ് 2 പ്രാവശ്യം HM ഇവര് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവര് അത് പരിശോധിച്ച് ഞാൻ റീസെറ്റ് ചെയ്ത ആളാണ്. അപ്പൊ എനിക്കറിയാം കേസ്. അപ്പൊ അത് DO ആണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ DO നാളെ വന്നിട്ട് DO ചെയ്യുന്നത്. നമ്മൾ DOക്ക് ഡയറക്ഷൻ കൊടുക്കും. എയ്ഡഡ് സ്കൂളിന്റെ അധികാരി അവിടുത്തെ DO ആണ്. DO കൊണ്ട് ചെയ്യുക. ഓക്കെ സാർ, ഓക്കെ. ആ ഒരു ഉറപ്പ് മാത്രം കിട്ടിയാൽ മതി സാറേ. ഈ മാനേജ്മെന്റ് മേലിൽ സ്കൂളിൽ ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. DD നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ഇവിടുന്ന് റിപ്പോർട്ട് നിങ്ങൾ എത്രയും വേഗം DOക്ക് സമർപ്പിക്കുക. 24 മണിക്കൂർ അതിനുള്ളിൽ DOക്ക് ആ ചാർജ്. DD തന്നെ പറഞ്ഞിട്ടുണ്ട് DO ആണ് ഇത് എടുക്കേണ്ടതെന്ന്. DD കൃത്യമായി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ, ഇന്ന് ഈ സമയമായി, ഇത്രയും നേരമായി, നാളെ ഞങ്ങൾ സമരമായി ഇതിനോട്ട് ഞങ്ങൾ വരുത്തിക്കരുത്. ഇന്ന് ഈ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. നാളേക്കുള്ളിൽ ഇതിനെതിരെ കൃത്യമായി നടപടിയെടുക്കുക. ഇതിന് യഥാർത്ഥത്തിൽ സാറേ ഈ സമരവുമായി ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ മാനുഷികമായി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയല്ലേ, അവർക്ക് നേരിട്ട ഈ ഒരു വലിയ പീഡനമല്ലേ. നിങ്ങൾ യഥാർത്ഥ ഇപ്പോഴും റിപ്പോർട്ട് പോയിട്ടില്ലെന്നാ പറയുന്നത്. ഇല്ല അതുപോലെ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയെന്ന് സാറേ. 12:30 മണി റിപ്പോർട്ട് എഴുതാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ മാഡം. ഇപ്പൊ ഈ 3:30 മണിയായി. ഞങ്ങൾ അതുകൊണ്ട് മുദ്രാവാക്യം നമ്മളിവിടെ വന്നിടം മുതൽ മേഡം അനുഭാവപൂർവ്വമായിട്ട് ഇത് പരിഗണിച്ചത്. ഈ ഓഫീസ് ടൈം തീരുന്നതിന് മുമ്പ് കൃത്യമായ റിപ്പോർട്ട് DOക്ക് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി തന്നെ ആയാലും DOക്ക് നടപടി എടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അവര് ഭീഷണിപ്പെടുത്തി പിന്മാറാൻ സാധ്യതയുണ്ട്. ഈ അധ്യാപികയെ ഭീഷണിപ്പെടുത്തി പരാതി എന്ന് അവർ പിന്മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള വിഷയം മേളിലോട്ട് നിങ്ങളുടെ മേളിലുള്ള ഉദ്യോഗസ്ഥർ ആരാണ്, കളക്ടർ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവരെ അറിയിക്കണം. കാരണം ഈ അധ്യാപിക ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയില്ല. അവരെ ഭീഷണിപ്പെടുത്തി കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. ബാക്കിയുള്ള അധ്യാപകർ അതുകൊണ്ടാണ് വരാതെ. ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാം അതുകൊണ്ടാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് സാർ ഇപ്പൊ തന്നെ നടപടി എടുക്കണം. അവരിനി പരാതിയായിട്ട് വരുന്നതല്ല, ഇതൊരു മാനുഷിക പരിഗണനയുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള വിഷയമുണ്ട്. അവർ ഈ വൈകുന്നേരം വരെ ജീവനോടുണ്ടോ എന്നുള്ള ആർക്ക് സംശയമുണ്ട്. മാഡം, ഇനി ഇപ്പൊ പരാതി ഒന്നും, അധ്യാപികയുടെ പരാതി ഒന്നും വേണ്ട. നിങ്ങൾ അത് കൃത്യമായി പത്രം നിങ്ങൾ നടപടി എടുക്കണം. കാരണം ഇപ്പൊ DD തന്നെ പറഞ്ഞു ആ സ്കൂളിൽ നേരത്തെ പരാതി അറിയാലോ. ഹരിയണ്ണൻ ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയാണ്, അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും വേണ്ട നടപടിയിൽ തീരുമാനം ഉണ്ടാവും. ഇന്ന് ഈ മാനേജ്മെന്റിന് ആരും അധികാരം കൊടുത്തു. അപ്പോ മാഡം 24 മണിക്കൂർ ആ സമയം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നടപടി എടുക്കണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ല, റിപ്പോർട്ട് മെയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉടനെ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു മാഡം. സ്കൂളിൽ വന്നതിന്റെ പേരിൽ സാരി ഉടുത്ത് വേണം വരാൻ. അത് വാച്ചറെ കൊണ്ട് അവരെ ഗേറ്റിൽ തടഞ്ഞ് സ്കൂളിനകത്തേക്ക് അവർക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞു വെച്ച് പെരുവഴിയിൽ ഇരിക്കേണ്ട ഗതികേട് നാടിന് തന്നെ അപമാനമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അവിടുത്തെ HMനെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജർ വഴിയിൽ തടഞ്ഞു വെക്കുന്ന സമീപനമാണ് ഉണ്ടായത്. അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിൽ DO ഓഫീസിലേക്ക് വരികയും ഇവിടെ DOയുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അദ്ദേഹത്തിനെതിരെ, ആ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ആവശ്യമായ റിപ്പോർട്ട് കൊടുക്കാമെന്നും അവർക്കത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസും KSUവും ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതല്ല, ഇനി ആ നിലയിലല്ല ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പോകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് യൂത്ത് കോൺഗ്രസിനും KSUവിനും ഉണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത സമരവുമായി യൂത്ത് കോൺഗ്രസും KSUവും മുമ്പോട്ട് പോകും. ഈ വിഷയം കേരളത്തിലെ മലയാളിയുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് മാനേജറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് അവിടുത്തെ നിരന്തരമായി അവിടെ നിരവധിയായ വിഷയങ്ങൾ ആ മാനേജരുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൈക്കോടതി ഉത്തരവ് വരെ അദ്ദേഹം 8 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ സ്കൂളിൽ കയറുന്ന ഉത്തരവുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം, ആ മാനേജർ അവിടുത്തെ മുഴുവൻ അധ്യാപകരെയും അവിടുത്തെ ജീവനക്കാരെയും അതുപോലെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും
നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന സമീപനം, അവിടെ അധ്യാപകർക്ക് സ്വസ്ഥമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ പരിഹാരം കാണണമെന്ന് ഇപ്പോൾ DOയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി അതുമായി ബന്ധപ്പെട്ട നടപടിയുമായി ഇവർ മുമ്പോട്ട് പോയില്ലെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും യൂത്ത് കോൺഗ്രസും KSUവും ഈ ഓഫീസിന് മുമ്പിൽ ശക്തമായ സമരം ആരംഭിക്കും. അതിനകത്ത് നടപടി എടുക്കുന്നവരെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. പോലീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ചാർജുള്ള DA മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ അതിനൊരു പരിഹാരം കണ്ടിരിക്കും. ഇപ്പം പോലീസ് മൊഴിയെടുത്ത് കേസെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു അനുകൂല തീരുമാനമാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മുമ്പോട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് DDOയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെൻറ്റിന് അനുകൂലമാണ് എന്ന് ധരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനുശേഷവും ഇതെടുത്തില്ലെങ്കിൽ, നടപടി എടുത്തില്ലെങ്കിൽ നമ്മൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും.